മക്കളെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഓണം വെക്കേഷനും ഓണം സെലിബ്രേഷനും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് ഒക്കെ ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിൻ്റെ നിങ്ങളുടെ ആൻസർ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. എന്തായാലും കൊള്ളാം, നമ്മുടെ ഓണം മൂഡ് കഴിഞ്ഞിട്ട് നമ്മളിതാ തിരിച്ച് നമ്മുടെ സ്റ്റഡി മൂഡിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം എല്ലാവരും ഓണം വെക്കേഷനൊക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ചില്ലേ? ഓണമൊക്കെ ശരിക്കും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്തില്ലേ? ഓക്കെ, അപ്പം ഇനി നമ്മൾ തിരിച്ച് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം മേ ബി ഇപ്പം നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും നമ്മുടെ ട്രിപ്പിൾ ഐയിൽ നമ്മുടെ സെക്കൻഡ് ടേമിൻ്റെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, സെക്കൻഡ് ടേമിൽ നമുക്ക് എന്തൊക്കെ പോർഷൻസ് കവർ ചെയ്യാനുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ വേണ്ടേ? ഓക്കെ, അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? മക്കളെ, നമ്മുടെ ഫസ്റ്റ് ടേമിൽ നമുക്കറിയാം, നമുക്ക് മൊത്തം 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു എക്സാമിന് ഉണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് സ്കൂളുകളിൽ നിന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം ഇനി നമുക്ക് സെക്കൻഡ് ടേമിലേക്ക് വരുമ്പം നമുക്ക് മൊത്തം 5 ചാപ്റ്റേഴ്സ് ആണ് നമ്മുടെ ഈ ഒരു എക്സാമിനുള്ളത്. ഓക്കെ, അപ്പം പെട്ടെന്നല്ല 2-ന്ന് 5-ലേക്കുള്ളൊരു ചാട്ടം, ദൈവമേ എന്താകോ എന്നുള്ളൊരു ടെൻഷൻ കാണുമായിരിക്കും. ഒട്ടും പേടിക്കണ്ട, നമുക്ക് നമ്മുടെ ഈ വരുന്ന ചാപ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് ചെറിയ ചെറിയ കുറച്ച് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. നമ്മുടെ 5 ചാപ്റ്റേഴ്സും വലിയ സീനുള്ള ചാപ്റ്റേഴ്സ് ഒന്നും അല്ല, നമുക്ക് സെറ്റാക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. മിസ് നിങ്ങൾക്ക് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് നമുക്ക് +1 +2 സ്റ്റേറ്റ് സിലബസിന് +1 +2 നമുക്ക് പഠിക്കാനുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് C++ ആണ്. ഓക്കെ, അപ്പം ആ C++നെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള ഒരു 5 ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് ഈ സെക്കൻഡ് ടേമിലുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ് എന്ന് നോക്കിയാലോ. ആദ്യം വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. അതാണ് നമ്മുടെ 3rd ചാപ്റ്റർ വരിക. പിന്നെ നമ്മൾ C++ലേക്ക് കടക്കുകയാണ്. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++, ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ടൈമിൽ, ഈ ഒരു സെക്കൻഡ് ടൈമിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ടേ കാര്യമുള്ളൂ. കാരണം നമ്മളിത് പഠിക്കേണ്ടതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മുടെ +2ലേക്ക് ചെന്ന് കഴിയുമ്പം നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ, +2ൻ്റെ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ചാപ്റ്റേഴ്സ് എല്ലാം കൂടെ കൂടുന്നതാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഉള്ളൊരു ഉള്ളടക്കമാണ് ആ ഒരു ചാപ്റ്ററിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ +2കാർക്കാണെങ്കിലും വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രശ്നമാണ്, അയ്യോ മിസ്സേ നമ്മുടെ +1ൻ്റെ ബേസ് കിട്ടിയിട്ടില്ല, അപ്പം എന്ത് ചെയ്യും? അപ്പം എന്താണ്, ഇപ്പം നിങ്ങൾക്ക് അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഈ ചാപ്റ്റേഴ്സ് ഒക്കെ നമ്മൾ എന്തായാലും, ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിക്കാനും പഠിക്കാനും ശ്രമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് മൊത്തം 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ്, ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++, ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഈ ഓരോ ചാപ്റ്റേഴ്സിലും എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് നോക്കാം അല്ലെ. ആദ്യം വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. എങ്ങനെയാണ് കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്, പ്രോബ്ലം സോൾവിങ്ങിൽ നമ്മൾ ചെയ്യുന്ന അപ്രോച്ചസ് ഇൻ പ്രോബ്ലം സോൾവിംഗ്, ഫേസസ് ഇൻ പ്രോഗ്രാമിംഗ്, പെർഫോമൻസ് എവല്യൂഷൻ ഓഫ് അൽഗോറിതംസ്. ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, സെക്കൻഡ് ടൈമിലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉള്ള കണ്ടന്റ്സ് എന്ന് പറയുക. ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് C++ലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? C++ലെ ക്യാരക്ടർ സെറ്റുകളെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് C++ ആണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ABCD തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പം നമ്മളൊരു ലാംഗ്വേജ്, നമ്മൾ മലയാളം ഇംഗ്ലീഷൊക്കെ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ എന്താ പഠിക്കുക, അതിൻ്റെ അക്ഷരമാലയല്ലേ പഠിച്ചു തുടങ്ങുക. അപ്പം അതുപോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നൊരു സാധനമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ C++. നമ്മൾ അങ്ങനെ ആ ഒരു ലാംഗ്വേജ് C++ എന്ന് പറയുന്ന ലാംഗ്വേജിൻ്റെ ABCD തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അതാണ് C++ ക്യാരക്ടർ സെറ്റ്. പിന്നെ നമുക്ക് ടോക്കൺസ് പഠിക്കാനുണ്ട്, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ IDE, അതിനെക്കുറിച്ചും പഠിക്കാനുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ, അതായത് നമ്മുടെ 4th ചാപ്റ്ററിലുള്ളത്.
ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. എന്താണ് ഡേറ്റ ടൈപ്സ്, അതുപോലെ കുറച്ചധികം ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ കൺസെപ്റ്റ് ഓഫ് ഡേറ്റ ടൈപ്സ്, C++ ഡേറ്റ ടൈപ്സ്, ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇപ്പോൾ പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രാംസ് ചെയ്യുമ്പം നമുക്ക് ഡേറ്റ ടൈപ്സിൻ്റെ ഉപയോഗം വരാറുണ്ട്. അപ്പോൾ ഡേറ്റ ടൈപ്സിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഡേറ്റ ടൈപ്സിനെ കുറിച്ചും കുറേയധികം ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചും പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്. അപ്പം നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെ കൊണ്ടുള്ള ആവശ്യം വരിക. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് കുറേയധികം തിയറിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പഠിക്കാനുള്ളത്. +2 ചെല്ലുമ്പോഴാണ് നമ്മൾ ഇതിനെയൊക്കെ ശരിക്കും പ്രോഗ്രാമിൽ എടുത്ത് വെച്ച് കാണുന്നത്. ദെൻ C++ ഡേറ്റ ടൈപ്സ്, ഫണ്ടമെന്റൽ ഡേറ്റ ടൈപ്സ്, വേരിയബിൾസ്, ഓപ്പറേറ്റേഴ്സ്, എക്സ്പ്രഷൻസ്, സ്റ്റേറ്റ്മെന്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. പിന്നെ വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്. ഓക്കെ, C++ പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്താണ്, സ്റ്റൈലിസ്റ്റിക് ഗൈഡ് ലൈൻസ് ഫോർ വേരിയബിൾസ് ആൻഡ് കമന്റ്സ്, വേരിയബിൾ ഇനീഷ്യലൈസേഷൻ യൂസ് ഓഫ് കോൺസ്റ്റ് ആക്സസ് മോഡിഫയർ, ടൈപ്പ് മോഡിഫയേഴ്സ്, മോർ ഓപ്പറേറ്റേഴ്സ്, ടൈപ്പ് കൺവേർഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നോക്കാനുള്ളത്. ദെൻ അടുത്ത ചാപ്റ്റർ ആണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. അപ്പോൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സും കൂടെയാണ് നമുക്കുള്ളത്. നമ്മുടെ ഈ ഒരു സെക്കൻഡ് ടൈമിൽ നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് 5 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ 5th ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ്, അതായത് നമുക്ക് നമ്മുടെ 8ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ ഈ ഒരു കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. 7ാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സിൽ നമുക്ക് നോക്കാനുള്ളത്? ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സും ഐട്രേഷൻ സ്റ്റേറ്റ്മെന്റും ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എന്തായി, നമ്മുടെ സെക്കൻഡ് ടേം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ടേമിൽ നമ്മൾ ഇത്രയും പോർഷൻസ് മാത്രം പഠിച്ചാൽ മതിയോ? പോരാ, നമ്മുടെ ഫസ്റ്റ് ടൈമിലുള്ള പോർഷൻസ് നമ്മളൊന്ന് നോക്കിക്കൊണ്ടൊക്കെ പോകണം. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് മൊത്തം സെക്കൻഡ് ടേമിൽ നമുക്ക് മൊത്തം 5 ചാപ്റ്റേഴ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം ഈ 5 ചാപ്റ്റേഴ്സും എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ C++ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടുള്ള, അതിൻ്റെ ബേസിക്സ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള 5 ചാപ്റ്റേഴ്സ് ആണ് നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ മക്കളെ, അപ്പം ഇനി നിങ്ങൾക്ക് മേ ബി അയ്യോ ഇതൊക്കെ ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റുമോ, എളുപ്പമായിരിക്കുമോ, പാടായിരിക്കുമോ, പ്രോഗ്രാംസിന് വേണ്ടിയിട്ടുള്ളതല്ലേ, അപ്പം അങ്ങനെയുള്ള കുറേ ടെൻഷൻസ് നിങ്ങൾക്ക് ഇപ്പം മൈൻഡിലുണ്ടാവും അല്ലേ? ആ ടെൻഷനെ എല്ലാം എടുത്ത് സൈഡിലേക്ക് മാറ്റി വെച്ചോ. നിങ്ങൾക്ക് അതെല്ലാം സെറ്റാക്കി തരാൻ മിസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് ടൈമിൽ മിസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഫസ്റ്റ് ടൈമിലെ നമ്മുടെ ആ പോർഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. അപ്പം അതുപോലെ തന്നെ ഇത്തവണയും മിസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് ഒരുമിച്ച് ഇതെല്ലാം സെറ്റാക്കാം. ഓക്കെ, അപ്പം ഓൾ ദി ബെസ്റ്റ്.